ഹായ് എവരി വൺ, സ്റ്റേയിങ് അലൈവിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ റോഡുകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എക്സൈറ്റിംഗ് ഇൻ ദ സെൻസ് അടിപൊളി റോഡുകളാണെന്നല്ല, പക്ഷെ റോഡിൽ ഇഷ്ടം പോലെ എക്സൈറ്റ്മെന്റിന് വകയുണ്ടെന്നാണ്. തലങ്ങും വിലങ്ങും നോക്കാതെ വണ്ടിക്ക് വട്ടം ചാടുന്ന ആൾക്കാർ, ഇൻഡിക്കേറ്റർ എന്തെന്നറിയാതെ വണ്ടി തോന്നിയ പോലെ തിരിക്കാൻ മറിക്കുകയും കറക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലവിധം പ്രശ്നങ്ങളുടെ നടുക്കൂടിയാണ് നമ്മൾ റോഡിൽ കൂടി പോകുന്നത്. അപ്പൊ പരിക്ക് പറ്റാതെ വീട്ടിലെത്തുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്. അങ്ങനെ ഡ്രൈവിങ്ങിലെ ശ്രദ്ധയില്ലായ്മയും റോഡ് നിയമങ്ങളെ പറ്റി അറിവില്ലായ്മയും അങ്ങനെ പലതരം കാരണങ്ങൾ കാരണം നിരവധി ആൾക്കാർ ഓരോ ദിവസവും നമ്മുടെ റോഡുകളിൽ മരണപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. നമുക്ക് ആരെയും പഴിചാരാനൊന്നും പറ്റില്ല. ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, സേഫ്റ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാറുകളിലെ സുരക്ഷയെ പറ്റി തന്നെ ആവാം. അപ്പോ കാറുകളിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം, പ്രൈമറി സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് തന്നെയാണ്. നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മള് കാറിൽ സഞ്ചരിക്കുന്ന ഒരു 99% പേരും ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇടാറില്ല. ഫ്രണ്ടില് നമ്മൾ നിയമത്തെ പേടിച്ചാണെങ്കിലും ക്യാമറയെ പേടിച്ചാണെങ്കിലും നമ്മൾ ബെൽറ്റ് ഇടും. പക്ഷെ ബാക്ക് സീറ്റില് ബെൽറ്റ് ഇടണം എന്നുള്ളൊരു നിയമം ഇല്ലാത്തത് കൊണ്ട്, നിയമം ഇല്ലെന്നല്ല, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ആരും അത് ബോധർ ചെയ്യാറില്ല. എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോഴും നിങ്ങൾ എന്നെ ബാക്കിൽ ബെൽറ്റ് ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ, ബാക്കിൽ എന്തിനാ ബെൽറ്റ്, ബാക്കിലല്ലേ ഇരിക്കുന്നത്, ബാക്കിൽ എന്തിനാ സീറ്റ് ബെൽറ്റ് എന്ന് തിരിച്ചൊരു ചോദ്യം തന്നെയാണ് എനിക്ക് മറുപടിയായിട്ട് കിട്ടാറ്. അപ്പോ ബാക്കിലുള്ളവരുടെ ജീവൻ എന്താ വിലയില്ലേ എന്നാണ് എനിക്ക് തോന്നാറ്. ബാക്കിലിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് വേണ്ട എന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു ഉപമ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ വണ്ടർല പോലെയുള്ള തീം പാർക്കുകളിൽ പോകും, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡുകൾ അതിനകത്തുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടുള്ള ആ ഒരു റോഡോ ലോക്കൊന്നും ഇല്ലാതെ നമ്മളതിൽ കയറുമോ? ഇല്ല. എന്തുകൊണ്ട് കയറില്ല? ബിക്കോസ് നമുക്കറിയാം അത് വളരെ ഡേഞ്ചറസ് ആണെന്ന്. ഒരുപക്ഷെ അതിലും ഡേഞ്ചറസ് ആണ് നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾ. പക്ഷെ നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മളിത് സേഫ് ആണെന്ന് വിചാരിക്കുന്നത്. ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു ക്രാഷിൽ ഏർപ്പെടുമ്പോൾ ആ ക്രാഷിന്റെ ഒരു ഇമ്പാക്ട് കാരണം, ആ ഇടിയുടെ ആഘാതത്തില് ബാക്കിൽ ബെൽറ്റ് ഇടാതെ ഇരിക്കുന്ന ആൾക്കാര് തെറിച്ച് ഫ്രണ്ടിലേക്ക് വരുവാണ്. അവർ എയർബോൺ ആവുകയാണ്, അവര് എടുത്തെറിയപ്പെടുവാണ്. ഈ ബാക്കിൽ നിന്ന് എടുത്തെറിയപ്പെടുന്ന ആള് വണ്ടിയുടെ അകത്ത് തന്നെ അവിടെ മേളിലും താഴെയൊക്കെ ഇടിച്ച് കറങ്ങി നടക്കും. ഇവരിങ്ങനെ നടക്കുമ്പോൾ അവരുടെ കൈയും കാലും തലയും ഒക്കെ നമ്മുടെ മേത്തോട്ടും ഒക്കെ ഇടിച്ച് എല്ലാവർക്കും പരിക്ക് പറ്റും. നമ്മളൊരു ക്രാഷിൽ ഏർപ്പെടുമ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ സംഭവിക്കുന്ന പരിക്കിനേക്കാൾ കൂടുതൽ പരിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് ബെൽറ്റ് ഇടാതെ നമ്മൾ വണ്ടിക്കകത്ത് എടുത്തെറിയപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് പറ്റുന്ന പരിക്കുകളാണ് കൂടുതലും. അപ്പൊ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരാൾ പോലും നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ സുരക്ഷയ്ക്കും കൂടെ ഭീഷണിയായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ വീട്ടിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ബെൽറ്റ് ഇടിക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആണെന്ന് എനിക്കറിയാം. അവര് മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, ബെൽറ്റ് ഇട്ടാൽ ശ്വാസം മുട്ടും, ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിക്ക് വെറുതെ പറയുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഇട്ട് ശ്വാസം മുട്ടി
ലോകത്ത് ഇന്നേ വരെ ആരും മരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കുക. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി എടുക്കില്ല എന്ന് നമ്മള് വണ്ടി ഓടിക്കുന്നവർ ഓരോരുത്തരും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അവരെ ഇച്ചിരി ചൊടിപ്പിച്ചിട്ടാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടിയിക്കുക. കാരണം ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണല്ലോ നമ്മുടെ വണ്ടിയിലുള്ളത്. അപ്പൊ അവരുടെ സുരക്ഷയ്ക്കും ജീവനും നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ ആവുന്ന ആള്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ വണ്ടിയിൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ആളെ കയറ്റാൻ പറ്റായികയും വരും. 4 പേർക്കുള്ള ബെൽറ്റേ ഉള്ളൂ, 5ാമതൊരാൾ കയറില്ല എന്ന് തറപ്പിച്ച് പറയുക. അങ്ങനെ കയറ്റാതെ ഇരിക്കുക. കാരണം അത് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണ്. ഇപ്പൊ നമ്മൾ ഊബറിൽ പോവുകയാണെങ്കിൽ പോലും ഏത് കാറിലാണെങ്കിലും നമ്മൾ ബെൽറ്റ് ഇടാതെ ആരും ഇരിക്കരുത്. ഇപ്പൊ ടാക്സി കയറുമ്പോൾ പോലും നിങ്ങൾ ബെൽറ്റ് ഇടാൻ മറക്കരുത്. ഇപ്പോഴത്തെ പുതിയ ബസ്സുകളിൽ വരെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുക തന്നെ ചെയ്യുക. ഇപ്പൊ ഒരു ക്രാഷ് നടക്കുന്ന സമയത്ത് നമ്മുടെ ക്യാബിനിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്തെറിയപ്പെടാൻ പോവുകയാണ്. അതിപ്പോ മനുഷ്യരാണെങ്കിലും വസ്തുക്കളാണെങ്കിലും. ക്യാബിനിൽ എന്തെങ്കിലും വെച്ച് ബന്ധിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെല്ലാം വണ്ടി ഇടിക്കുമ്പോൾ ഉള്ള അതേ സ്പീഡിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. 60 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ വണ്ടി ഇടിക്കുന്നതെങ്കിൽ വണ്ടി എവിടെ നിന്നാലും ഈ സാധനങ്ങളെല്ലാം 60 കിലോമീറ്റർ സ്പീഡിൽ മുമ്പോട്ട് തെറിച്ച് പോകാൻ പോവാണ്. വണ്ടിക്കകത്ത് പാസഞ്ചേഴ്സ് അടക്കം വസ്തുക്കളടക്കം എവിടെയെങ്കിലും ബന്ധിപ്പിക്കാത്തതായിട്ട് ഒരു വസ്തുവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തൊക്കെ വസ്തുക്കൾ ക്യാബിനിൽ സൂക്ഷിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും ലാപ്ടോപ്പ്, സൂട്ട് കേസ് അങ്ങനെയുള്ള ഭാരമേറിയ വസ്തുക്കളെല്ലാം ക്യാബിനിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. പച്ചക്കറി വാങ്ങിക്കുന്നത് പോലും ക്യാബിനിൽ സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബാക്കിൽ ബോട്ടിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിലും ഡേഞ്ചറസ് ആയിട്ട് പലരും അലോയ് വീല് പുതിയത് വാങ്ങിച്ചിട്ട് വരെ ക്യാബിനിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരാറുണ്ട്. അതിലും വലിയ അപകടമൊന്നും വിളിച്ചു വരുത്താനില്ല. ഭാരമുള്ളതും ഹാനികരമായിട്ടുള്ള എന്ത് വസ്തുക്കളാണെങ്കിലും ബോട്ടിൽ തന്നെ സൂക്ഷിക്കുക. ക്യാബിനിൽ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ട് പിള്ളേര് കൈ കാണിച്ച അപ്പൊ പിള്ളേരെ കണ്ട സ്ഥിതിക്ക് പിള്ളേരുടെ കാര്യം പറയാം. നമ്മൾ പിള്ളേരെ കാറിൽ കൊണ്ടുപോകുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആക്ച്വലി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കുഞ്ഞു പിള്ളേരെയൊക്കെ ഫ്രണ്ട് സീറ്റിൽ അമ്മ മടിയിൽ വെച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണത്. ഈ കൈക്കുഞ്ഞുങ്ങളെ ഒന്നും മടിയിലിരുത്തിയോ കൈ പിടിച്ചോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല കാറിൽ. അതിന് പ്രത്യേകം ചൈൽഡ് സീറ്റുകളുണ്ട്. ചൈൽഡ് സീറ്റ് പ്രത്യേകം വാങ്ങിച്ചിട്ട് അത് പുറകിലത്തെ സീറ്റിലാണ് അത് മൗണ്ട് ചെയ്യുന്നത്. ഐസോഫിക്സ് മൗണ്ട് വെച്ച് മൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക് സീറ്റിൽ മാത്രം അവർക്ക് വേണ്ടി പ്രത്യേകം ആ ചൈൽഡ് സീറ്റിൽ മാത്രമേ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകാവുള്ളൂ. അവരെ അതിൽ ഫാസ്റ്റൻ ചെയ്തിട്ട് മാത്രമേ കൊണ്ടുപോകാവുള്ളൂ. ഈ അമ്മമാര് ഫ്രണ്ടിൽ വെച്ച് കൈ പിടിക്കുമ്പോൾ ഒന്നാമത് മുറുക്കെ പിടിക്കാനൊന്നും പറ്റില്ല ചെറിയ കുട്ടികളെ. അപ്പൊ ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഒരു പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊരു ക്രാഷ് പോലും വേണമെന്നില്ല. ജസ്റ്റ് ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ തന്നെ കൊച്ചു നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ച് താഴെ വീഴും. അപ്പൊ അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. അതിലും പ്രശ്നം ഒരു ക്രാഷിന്റെ കേസിൽ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ ഫോഴ്സാണ്. എയർ ബാഗ് വളരെ പവർഫുൾ ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. ആ ഫോഴ്സ് താങ്ങാനുള്ള ശക്തിയൊന്നും ചെറിയ പിള്ളേർക്കില്ല. അപ്പൊ ഈ ഫ്രണ്ടിൽ കൊച്ചിനെ വെക്കുമ്പോൾ ക്രാഷിന്റെ സമയത്ത് ആ എയർ ബാഗ് വന്ന് കൊച്ചിന്റെ മുഖത്തോട്ട് അടിച്ച് വരെ ഇഷ്ടംപോലെ കുട്ടികള് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ മണ്ടത്തരം ഒന്നും കാണിക്കരുത്. ചെറിയ പിള്ളേരെ ഫ്രണ്ട് സീറ്റിൽ ഒരു കാരണവശാലും ഇരുത്തരുത്. ചൈൽഡ് സീറ്റിൽ മാത്രം ഇരുത്തുക. പിന്നെ ഒരു 13 വയസ്സ് വരെ പിള്ളേരെ പൊതുവെ ബാക്ക് സീറ്റിൽ തന്നെ ഇരുത്തുന്നതാണ് ഏറ്റവും സുരക്ഷിതം. നമ്മുടെ ഈ സീറ്റ് ബെൽറ്റുകളൊന്നും പിള്ളേർക്ക് വേണ്ടി ഡിസൈൻഡ് അല്ല. ഒന്നാമത്തെ കാര്യം അത് അഡൽസിന് വേണ്ടി തന്നെ ഡിസൈൻഡ് ആണ്. അപ്പൊ അവർക്ക് കുറെ കൂടെ സേഫർ ഓപ്ഷൻ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നതാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ ഒരു 13 വയസ്സിന് ശേഷം മാത്രമേ കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താൻ നിർവാഹമുള്ളൂ. അതുവരെ അവർ ബാക്കിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്.
അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം അവരെ കാറിൽ കൊണ്ടുപോവുക. അവരെ ഒരു തരത്തിലും കാറിനകത്ത് ഓടി നടക്കാനോ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താനോ ഒന്നും സമ്മതിക്കാതിരിക്കുക. അപ്പൊ സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞു, കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൺറൂഫിനെ പറ്റിയാണ്. സൺറൂഫ് വളരെ ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. ഈ വണ്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നല്ല കേട്ടോ. ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ന്യൂസ് ചാനലിന്റെ ഒരു റീല് കണ്ടു. അതിനകത്ത് ഇതുപോലെ മൂന്നാറിൽ എവിടെയോ ആരൊക്കെയോ സൺറൂഫിൽ കൂടെ തലയിട്ട് പോകുന്നതിനെ അതിനെതിരെയുള്ള ഒരു ന്യൂസാണ്. ഞാനതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. നമ്മൾ പ്രബുദ്ധ മലയാളികൾ അതിൽ എഴുതി വെച്ചേക്കുന്ന കമന്റ്സ് ആണ്, സൺറൂഫ് പിന്നെ കാണാൻ വേണ്ടിയാണോ മേടിച്ച് വെച്ചേക്കുന്നത്, അത് പിന്നെ കാശ് കൊടുത്ത് മേടിച്ചത് പിന്നെ എന്തിനാണ് എന്നുള്ള നിരവധി കമന്റുകൾ. സൺറൂഫിന്റെ ഉദ്ദേശം ശരിക്കും വളരെ തണുപ്പുള്ള സൂര്യപ്രകാശം തീരെ എത്താത്ത രാജ്യങ്ങളിൽ കുറച്ചെങ്കിലും സൂര്യപ്രകാശം വണ്ടിയുടെ ക്യാബിന്റെ അകത്തേക്ക് കിട്ടാൻ, കുറച്ച് വെയിൽ അകത്തേക്ക് എത്താൻ വേണ്ടിയാണ് സൺറൂഫ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പോലത്തെ ഒരു ഇന്ത്യ പോലത്തെ അല്ല കേരളം പോലത്തെ ഒരു സ്ഥലത്ത്, ഇത്രയും ചൂടുള്ള ഒരു സ്ഥലത്ത് സൺറൂഫ് ഒരു ഡംബായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അത് തുറന്നിട്ടാൽ വെറുതെ വഴി പോകുന്ന പൊടിയൊക്കെ അകത്തോട്ട് കയറും എന്നല്ലാതെ ഒരു ഗുണവും ഇല്ല അത് വെച്ച്. ഇപ്പൊ സൺറൂഫിൽ തലയിടുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്രാഷ് തന്നെ വേണ്ട, ഒരു ഹാർഡ് ബ്രേക്കിങ്ങിൽ പോലും നല്ലപോലെ ഒന്ന് ചവിട്ടിയാൽ പോലും സൺറൂഫിൽ കൂടെ തല വെളിയിലിട്ടേക്കുന്ന ആള് തല വണ്ടിയുടെ റൂഫിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത്. സ്പൈനൽ കോഡ് ഒടിയും, തല ഇടിക്കും. ആള് തീരാൻ ഇതിലും വലിയ കാരണങ്ങളൊന്നും വേണ്ട. അപ്പൊ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സൺറൂഫിൽ കൂടെ തലയും കൈയൊക്കെ പുറത്തിടുന്നത്. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഇതെന്തോ ട്രെൻഡ് ആണെന്നാണ് പലരുടെയും വിചാരം. സൺറൂഫിൽ കൂടെ തലയും കൈയും പുറത്തൊക്കെ ഇട്ട് ഏതോ സിനിമയിലെ നായികന്മാരെ പോലെ സ്വയം ആവേശം കൊള്ളുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇത് ഏതൊക്കെയോ ഹിന്ദി സിനിമയിലും പഴയ സിനിമകളിലൊക്കെ വല്ല മ്യൂസിക് വീഡിയോയിലൊക്കെ കണ്ട രംഗമാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ കാറിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ സൺറൂഫിലൊക്കെ എങ്ങനെ തലയിടാൻ പറ്റും? എനിക്ക് ചെറുതിലേ ഉണ്ടായിരുന്ന വേറെ സംശയമാണ്, ഇത് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് ബെൽറ്റ് ഇട്ടാലും നമ്മൾ നീങ്ങിയിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് വരെയൊക്കെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡാഷ് വരെയൊക്കെ നമുക്ക് ഈ ബെൽറ്റ് വലിച്ച് നീട്ടാൻ പറ്റും. അപ്പൊ ഇവിടം വരെ എത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് ബെൽറ്റ് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുള്ളവർക്ക് പതുക്കെ നമ്മൾ വലിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ നല്ല ഫോഴ്സിൽ ഒറ്റ വലി വലിക്കുകയാണെങ്കിൽ അതവിടെ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സീറ്റ് ബെൽറ്റിന്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. കണ്ടോ, വരുന്നില്ല, ഇവിടെ ലോക്കായി. ഒരു ക്രാഷിന്റെ സമയത്ത് ഇത്രയും ഫോഴ്സിലാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇവിടം വരെ ഒന്നും എത്തില്ല. സീറ്റ് ബെൽറ്റ് ലോക്കായി നമ്മളെ സീറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണ് സീറ്റ് ബെൽറ്റിന്റെ വർക്കിംഗ്. ഒരു ഷോർട്ട് വീഡിയോ തൽക്കാലം ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനിയും ഇതേപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യാൻ എൻ്റെ മനസ്സിലുണ്ട്. ഇതിന്റെ തന്നെ പല പാർട്ടുകൾ ഇനിയും വരും. ബൈക്കിൽ എങ്ങനെ സുരക്ഷിതമായിരിക്കാം, ഹൗ ടു സ്റ്റേ അലൈവ് ഓൺ എ ബൈക്ക് എന്നുള്ള വീഡിയോ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ അലൈവ്. See you in the next video.